ഇടത്തുവഞ്ചി പോയോ സുകുമാര? പോയില്ല. എപ്പോ വരും? ഇപ്പൊ വരത്തേ ഉള്ളൂ. എന്ത് പറ്റി സുകുമാര? ഒരു വിഷമം പോലെ. സുഖമില്ലേ? ടെൻഷൻ കൊണ്ട് വയ്യ ചേച്ചി. എന്റെ മോളെ 24 മണിക്കൂർ അങ്ങ് പഠിത്തമാ. പഠിച്ചെന്ന് അവൾക്ക് ഓർമ്മ വരുന്നില്ല. എങ്ങനെ ഓർത്തു വെക്കാനാ? 24 മണിക്കൂറും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാലും തലച്ചോറിന് അല്പമൊക്കെ റെസ്റ്റ് വേണ്ടേ? തലച്ചോറിന് റെസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ പഠിക്കുന്നതൊക്കെ ഓർത്തു വെക്കാൻ പറ്റത്തുള്ളൂ. പഠനത്തിന് ഒരു സമയക്രമമൊക്കെ വേണം. നിശ്ചിത സ്ഥലത്തും നിശ്ചിത സമയത്തും പഠിച്ചാലേ ഒരിക്കലും അത് മറക്കത്തില്ല. ആറ് പറയുന്ന കണക്ക് പഠിച്ചാലേ പഠിച്ചു തീർക്കാൻ പറ്റുമോ സാറേ? കുട്ടികൾക്ക് കെട്ടുകണക്കിനാ പഠിച്ചു തീർക്കാനുള്ളത്. അതിന് മാർഗമുണ്ട്. വലിയ വലിയ പാഠഭാഗങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ച് പഠിക്കണം. നമസ്കാരം ഡോക്ടർ. ഓ, അങ്ങനെ പഠിച്ചാൽ മതിയല്ലേ? വീട്ടിലാണെങ്കിൽ ഒരുത്തി പഠിത്തത്തോട് പഠിത്തം. അങ്ങനെ പഠിച്ചാൽ പരീക്ഷയ്ക്കൊന്നും മാർക്കൊന്നും കിട്ടത്തില്ല. നല്ല ഓർമ്മശക്തി കിട്ടാനേ ആഹാരത്തിനും ഗണ്യമായ പങ്കുണ്ട്. ഡോക്ടർ പറഞ്ഞത് ശരിയാ. ഞാനേ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ എൻ്റെ മോന് 10 രൂപ മേടിച്ചോണ്ട് വരും. പരീക്ഷയ്ക്ക് ജയിച്ചാലേ അവന് കുഴിമന്തി മേടിച്ചു കൊടുക്കാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരാഗ്രഹത്തിന് നല്ലതാണ്. അല്ല, ഇതൊന്നുമേ ഓർമ്മശക്തി കൂട്ടാനുള്ള ഭക്ഷണങ്ങളല്ല. ഓർമ്മശക്തി കൂട്ടണമെങ്കിലേ വൈറ്റമിൻ B12 ശരീരത്തിലുണ്ടായിരിക്കണം. ഡോക്ടർ സാറേ, അത് കൂടുതലുള്ള ഭക്ഷണം ഏതാ? മീനിൽ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം. ഓർമ്മശക്തി കൂടാനേ വേറെ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടോ ടീച്ചറെ? എന്നാ അത് ധാരാളം അങ്ങ് മേടിച്ചു കൊടുക്കാം. ബുദ്ധി അങ്ങ് കൂടും അല്ലേ ടീച്ചറെ? രണ്ടത്തരം പറയാതെടോ. ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു അളവൊക്കെ ഇല്ലേ? കഴിക്കാൻ പറ്റുമോ മാമ? അല്ല ഡോക്ടറെ, വീട്ടിലടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാ? ഉണ്ട്. നല്ല മത്സ്യം, മുട്ട, പിന്നെ പാല്, നട്ട്സ്, നല്ല പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും, ഇതൊക്കെ നല്ല രീതിയിൽ കഴിച്ചാൽ നല്ല രീതിയിൽ ഓർമ്മശക്തി ഉണ്ടാവും. വില കൂടിയ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ ഡോക്ടറെ? ഒരുപാട് കാശ് കൊടുക്കാതെ എന്തൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും? ചക്ക കിട്ടും, മാങ്ങ കിട്ടും, ഓമയ്ക്ക കിട്ടും, ഗോവയ്ക്ക കിട്ടും, ഉപ്പച്ചീര മുരിങ്ങയില വെറുതെ കിട്ടും. മാമ, ഇതൊന്നും ഞങ്ങള് കഴിക്കത്തില്ല. അതിന് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾക്കാണ് അറിവ് വേണ്ടുന്നത്. കുഞ്ഞ് കരയുമ്പോഴേ വാശിക്കാണോ വിശപ്പിനാണോ എന്നറിയാതെ മൊബൈൽ എടുത്തങ്ങ് കൈ കൊടുക്കും. കുട്ടികളുടെ ശ്രദ്ധ മുഴുവനും പിന്നെ മൊബൈലായിരിക്കും. ഓരോ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വരുന്നത്? ഐസ്ക്രീം, ആപ്പിള്, ബർഗർ, ഇതൊക്കെയാ. കുട്ടികൾ ഏതാ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്? ഞങ്ങൾ ഐസ്ക്രീമേ എടുക്കും. പോഷകഗുണമുള്ള ആപ്പിൾ അവിടെ ഇരിക്കും. തലച്ചോറിനെ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുക്കണം. അല്ലാതെ ആയുസ് കുറയുന്ന ഭക്ഷണങ്ങൾ കൊടുത്തിട്ട് നന്നായി പടി എന്ന് പറഞ്ഞാലേ കൊച്ചുങ്ങൾ എങ്ങനെ പഠിക്കാനാണ്? രുചിയല്ല പ്രധാനം. അത് ശരിയാ, എല്ലാരും നോക്കുന്നത് രുചിയാ. ഭക്ഷണം ആയുസ് നീട്ടുന്നതും ആരോഗ്യം ഉണ്ടാക്കുന്നതുമായിരിക്കണം. വായിക്ക് രുചിയുള്ളത് മാത്രം വാങ്ങിക്കൊടുത്താലേ ആശുപത്രിയിൽ ഇറങ്ങാൻ സമയം കാണത്തില്ല സുകുമാര. എന്റെ വീട്ടിലേ 2 മക്കളാ ഉള്ളത്. പഠന സമയത്ത് ഞങ്ങളവരെ ശല്യപ്പെടുത്തൊന്നുമില്ല. ഞാൻ എന്റെ ഭാര്യ സീരിയൽ കാണും. കുട്ടികൾ പഠിക്കുമ്പോഴെങ്കിലും ഇത് നിർത്തിവെക്കണം. ശാന്തമായ അന്തരീക്ഷമാണ് കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. നമ്മളാ സമയത്ത് TV ഒന്നും ഇടത്തില്ല. അവ ഉറക്കം ഒഴിഞ്ഞങ്ങ് പഠിച്ചു. നമ്മൾ നന്നായി പഠിക്കുവാനും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും ഉറക്കം ഒരു അത്യന്താപേക്ഷിത ഘടകമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ തലച്ചോർ നമ്മൾ പഠിക്കുന്നത് സേവ് ചെയ്ത് വെക്കും. മോനെ അത്യാവശ്യം പഠിക്കാറുണ്ട്, പക്ഷെ കളിയോട് അവന് താല്പര്യം. ഓർമ്മശക്തി കൂട്ടാനേ വ്യായാമം അത്യന്താപേക്ഷിത ഘടകമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കുടിവെള്ളവും. എന്റെ മോള് പറയുന്നതേ പഠിക്കാൻ പല വിഷയങ്ങളും അവൾക്ക് പാടാണെന്ന്. അതിന് വേണ്ടത് അവർക്ക് കഴിയും എന്നുള്ള ആത്മവിശ്വാസം മക്കളിൽ ഉണ്ടാക്കിയെടുക്കലാണ്. നമ്മളെ വീട്ടിലെ ഒരു കുഞ്ഞുണ്ട്. പഠിച്ചു കഴിഞ്ഞാലേ അവളെന്നെ അങ്ങ് കുട്ടിയാക്കും. അവളങ്ങ് സാറുമാവും. 100 കൂട്ടം ജോലി നടക്കുന്നിടത്ത് അവളൊരു പഠിപ്പില്. പഠനം എളുപ്പമാകാൻ നല്ല മാർഗമാണ്. കുട്ടികൾ പഠിക്കുമ്പോഴത്തേക്ക് രക്ഷകർത്താക്കൾ മാറിയിരുന്ന് മൊബൈലിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നാലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ അവരോടൊപ്പം ചേരുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്നത് അവർക്ക് കൂടുതൽ പ്രചോദനകരമാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ ശ്രമങ്ങൾക്ക് പിന്തുണയും വിജയങ്ങൾക്ക് അഭിനന്ദനവും നൽകണം. ആദ്യം നമ്മൾ ഈ കുട്ടികളുമായി സംസാരിക്കണം, അവർക്ക് ആരാകണം. എന്നിട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് അവരുമായി അവിടെ സന്ദർശനം നടത്തണം. അതും അവർക്കൊരു പ്രചോദനമാവും. ചെയ്യുന്നത് പരീക്ഷയുടെ തലേ ദിവസമോ തൊട്ടു മുമ്പോ പഠിക്കാമെന്ന് തീരുമാനിക്കും. അത് പഠിച്ച ഭാഗങ്ങൾ മറന്നു പോകാനും ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുക. കൃത്യമായ പ്ലാനിങ്. മറ്റൊരു ബുക്കിലേക്ക് പകർത്തി എഴുതുന്നത്.
ഇടയ്ക്കിടയ്ക്ക് പഠിച്ചു തോർക്കുന്നത് പഠന മികവിനെ അത് കാരണമാവും. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക കലയോട് താല്പര്യമുണ്ടെങ്കിൽ പഠനത്തോടൊപ്പം അതുകൂടി പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളുടെ ഓർമ്മശക്തി കുറയുന്നതേ ഒരു രോഗമല്ല, അതിന് ഭീഷണിയാടിയ ഒരു പരിഹാരവുമല്ല. അതിന് ഭക്ഷണത്തിന് പ്രാധാന്യമുണ്ട്, അതിന് ഉറക്കത്തിന് പ്രാധാന്യമുണ്ട്, അതിന് മാനസികോല്ലാസത്തിന് പ്രാധാന്യമുണ്ട്, അതിന് വ്യായാമത്തിന് പ്രാധാന്യമുണ്ട്. ഡോക്ടർ കലാം സാർ പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഓരോ സ്വപ്നങ്ങളും നിങ്ങളുടെ ഉറക്കങ്ങൾ കെടുത്തുന്നതായിരിക്കണം.